അടുത്ത ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ, വ്യാധികൾ പടരാതിരിക്കാൻ. അതിൽ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഇതിൽ പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, ഇവ പകരാത്ത രോഗങ്ങളാണ്. ഇനി എന്താണ് പകർച്ചവ്യാധികൾ എന്ന് നോക്കാം. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നു. ഇനി മഹാമാരികൾ എന്നാൽ എന്തെന്ന് നോക്കാം. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. അപ്പം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകർന്ന രോഗത്തെ നമ്മൾ പകർച്ചവ്യാധി അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ അതുപോലെ നിരവധി ആളുകളെ ബാധിക്കുകയോ ചെയ്താൽ അതിനെ ഒരു പാൻഡമിക് അല്ലെങ്കിൽ മഹാമാരിയായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. ഇനി എന്താണ് രോഗകാരികൾ? ഇനി അടുത്ത രോഗകാരികൾ അഥവാ പാത്തോജൻസ് എന്തെന്നാണ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. അപ്പോൾ പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ടാണ് ഇവയെ രോഗകാരികൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയയും ഫംഗസും വൈറസും എല്ലാം മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ടാണ് ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നത്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുമുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഹിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ദോഷമാവ് പുളിക്കുന്നതും ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നതും. ഇനി ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൻ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാകുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ രോഗം. അപ്പം വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരമ്പനും അതുപോലെ റൊട്ടിപ്പൂപ്പൽ എല്ലാം ഫംഗസുകളാണ്. അതുപോലെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. ഇനി എന്താണ് അല്ലെങ്കിൽ ആരാണ് രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെല്ല്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ആ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ഈ കൊതുക്, വവ്വാൽ, എലിച്ചെല്ല്, ഈച്ച തുടങ്ങിയവയെ നമ്മൾ രോഗാണുവാഹകർ എന്ന് പറയുന്നു. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പകരുന്നതെങ്കിൽ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കരുത്. മാസ്ക് ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇനി അടുത്ത് എന്താണ് രോഗപ്രതിരോധ ശേഷി എന്നാണ്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ പ്രവേശിച്ചാൽ അതിനെ നമ്മുടെ ശരീരം തന്നെ അതിനെ നശിപ്പിച്ച് കളയും. അതിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഇത് ഒരുപോലെ ആകണമെന്നില്ല. ഈ ഒരു കഴിവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഒരുപോലെ ആകണമെന്നില്ല.
പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്കും അതുപോലെ പോളിയോ തുടങ്ങിയ പകർച്ചവ്യാധികൾ വന്നാൽ നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യത്തില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കലി അതിനെ ഇല്ലാതാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവുകയും അങ്ങനെ വരുമ്പോൾ നമ്മൾ വാക്സിനൊക്കെ എടുക്കുമ്പോൾ ആ ഒരു രോഗാണുവിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മൾ ആർജിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് ഇതിനെ പറയുന്നത്. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. ഇനി അടുത്ത് വാക്സിനേഷൻ ചാർട്ടാണ്. അതിൽ BCG എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാസിലസ് കാൽമെറ്റ്-ഗെറിൻ ആണ്. ദെൻ OPV ഓറൽ പോളിയോ വാക്സിൻ, HEPB ഹെപ്പറ്റൈറ്റിസ് ബി, FIPV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RVV റോട്ടാ വൈറസ് വാക്സിൻ. അതിൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ആ സമയവുമുണ്ട്. ജനനസമയത്ത് എടുക്കുന്നത് OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും എടുക്കാറുണ്ട്. ദെൻ 6-ാം ആഴ്ചയിൽ OPV ഫസ്റ്റ്, RVV ഫസ്റ്റ്, പെൻറ്റാവാലൻ, FIPV1, PCV1 എടുക്കാറുണ്ട്. ദെൻ 10-ാം ആഴ്ചയിൽ OPV2ഉം RVV2ഉം പെൻറ്റാവാലൻ2ഉം എടുക്കാറുണ്ട്. 14-ാമത്തെ ആഴ്ചയിൽ OPV3, RVV3, പെൻറ്റാവാലൻ3, FIPV2 ആൻഡ് PCV2ഉം എടുക്കാറുണ്ട്. ഇതിനടുത്ത് എന്താണ് PCV എന്ന് വെച്ചാൽ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ ആണ് PCV. ദെൻ MR എന്ന് വെച്ചാൽ മിസിൽസ് റുബെല്ല വാക്സിൻ. ദെൻ DPT എന്ന് വെച്ചാൽ ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് വാക്സിൻ. ദെൻ TD എന്ന് വെച്ചാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അതിൽ 9-ാം മാസം കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതാണ് MR ഫസ്റ്റും PCV ബൂസ്റ്ററും വൈറ്റമിൻ എയും FIPV3യും. ദെൻ 16 to 24 മാസത്തിനകം എടുക്കുന്നതാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, ദെൻ വൈറ്റമിൻ 2. ദെൻ 5 to 6 ആ ഒരു ഏജിനകത്ത് എടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 2. ദെൻ 10-ാം വയസ്സിൽ TD ഫസ്റ്റും 16-ാമത്തെ വയസ്സിൽ TD സെക്കൻഡും എടുക്കാറുണ്ട്. ഇനി 3-ാമത്തെ ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ. കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നും കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്ടിനും എത്രത്തോളം വെള്ളം ആവശ്യമാണെന്ന് കൊടുത്തിട്ടുണ്ട്. തലച്ചോറിന് 73%, രക്തത്തിന് 94%, വൃക്കകൾക്ക് 79%, പേശികൾക്ക് 75%, ഹൃദയത്തിന് 75%, ശ്വാസകോശങ്ങൾക്ക് 83%, അസ്ഥികൾക്ക് 31% വെള്ളം ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി ഈ ജലം സസ്യങ്ങളിലെ എന്തെല്ലാം ധർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് ജലം സഹായിക്കുന്നുണ്ട്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്താൻ ഈ ജലം സഹായിക്കുന്നുണ്ട്. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിനും ജലം സഹായിക്കുന്നുണ്ട്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്.
ഇനി ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാക്കുന്നത് കൊണ്ടാണ് കുമിളകൾ രൂപപ്പെടുന്നത്. ഇനി എന്താണ് ലായനി, അലീനം, ലായകം? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നാണ് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാവുന്നതിനെ ലായനി എന്ന് പറയുന്നു. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ ലീനമെന്നും എന്തിനാണോ ലയിച്ചത് അതിനെ ലായകമെന്നും ഈ ലീനം ലായകത്തിൽ ലയിച്ചതിനെ ലായനി എന്നും പറയുന്നു. ഇനി ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. കാരണം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജലത്തിൻ്റെ ഹരാവസ്ഥയാണ് ഐസ്. ജലത്തിൻ്റെ ഹരാവസ്ഥയാണ് ഐസ്. ഇനി എന്താണ് ബാഷ്പീകരണമെന്ന് നോക്കാം. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഹരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. ഹരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. വിതാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇനി ജലതുള്ളിക്ക് പറയാനുള്ളത്: ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. ഇനി വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് മഴവെള്ള സംഭരണി, തടയണ, കയ്യാല, കിണർ റീചാർജിങ്.